ഗൈസ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. കുക്കിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ വിചാരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം അരച്ചിട്ടുള്ളതാണ് എന്നാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ധാരണ തെറ്റാണ്, അങ്ങനെയല്ല ഇത് തയ്യാറാക്കുന്നതെന്നുള്ള ആ ഒരു അറിവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എന്നെപ്പോലെ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈക്വൽ അളവിൽ എടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആദ്യം എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, സൺഫ്ലവർ ഓയിൽ ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈർപ്പം തട്ടാതെ വയ്ക്കുവാണെങ്കിൽ 1 മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.